ബി.ജെ.പി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന നിറം എന്താണ്? കാവി അല്ലേ? എന്നാൽ ഇനി അങ്ങനെ കാവി നിറം മലയാളികളുടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടതില്ല എന്നാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ തീരുമാനം. സംസ്ഥാന ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്ന പോസ്റ്ററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പോസ്റ്ററുകളിൽ ഒന്നും കാവി നിറമില്ല. നീല, ചുവപ്പ്, പിങ്ക് എന്നിങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. കേരള ബി.ജെ.പിയുടെ പോസ്റ്ററുകളിൽ കാവി നിറം ഒഴിവാക്കാൻ IT സെല്ലിന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാവ്യയെ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആണ് ബി.ജെ.പി കൂടുതലായും ലക്ഷ്യമിടുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ ഗോവയിൽ പരീക്ഷിച്ച അതേ തന്ത്രമാണ് കേരളത്തിലും ബി.ജെ.പി പയറ്റാൻ നോക്കുന്നത്. നേരത്തെ മനോഹർ പരീക്കർ ഗോവയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തിയപ്പോഴും കാവി നിറം മാറ്റി പിടിച്ചുകൊണ്ടായിരുന്നു ഈ ബി.ജെ.പിയുടെ ഒരു ക്യാമ്പയിൻ. ഇത് ഗോവയിൽ വലിയ രീതിയിൽ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കും ആ ഒരു പാറ്റേണുമായി ബി.ജെ.പി എത്തുകയാണ്. കാവി നിറവുമായി ബന്ധപ്പെട്ട് മലയാളിയുടെയും ന്യൂനപക്ഷങ്ങളുടെയും പൊതുബോധത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമേജിനെ ബി.ജെ.പിയുമായി പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാതിരിക്കാനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. RSSും അനുബന്ധ സംഘടനകളും സ്ഥിരമായി ഉപയോഗിക്കുന്ന കാവി നിറത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാനും ബി.ജെ.പി ആഗ്രഹിക്കുന്നുണ്ടാകാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വലിയൊരു പിന്തുണ നേടാനായിരുന്നു. നിയമസഭാ ഇലക്ഷനിലും ഈ സപ്പോർട്ട് ആവർത്തിക്കണമെന്നാണ് ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷ. അതിന്റെ കൂടി ഭാഗമായാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ നീക്കങ്ങൾ നടത്തുന്നത്. ഇനി ബി.ജെ.പിക്ക് മോഡേൺ ഔട്ട്ലുക്ക് നൽകുക, കൂടുതൽ സോഷ്യൽ മീഡിയ റീച്ച് ഉറപ്പാക്കുക എന്നീ ഉദ്ദേശങ്ങൾ കൂടി ഈ നിറം മാറ്റത്തിന് പിന്നിൽ ഉണ്ടാകണം. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെയും നേതൃത്വം മാറിയതും അതിന്റെ ഒരു ഭാഗമായിരിക്കണം. കേരളത്തിലെ ബി.ജെ.പി കാവി നിറത്തെ ഉപേക്ഷിക്കുന്നത് ഇത്രയും ചർച്ചയാകാനുള്ള മറ്റൊരു പ്രധാന കാരണം രാജ്യത്ത് പല തലങ്ങളിലും അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്ന കാവ്യവൽക്കരണമാണ്. BSNL ലോഗോ മുതൽ ക്രിക്കറ്റ് ടീം ജേഴ്സിയിൽ വരെ കാവി നിറത്തിൽ പൂശിയത് വലിയ ചർച്ചകൾക്ക് ആ സമയത്ത് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴൊന്നും കാവിയിൽ നിന്നും ഒരു അടി പിറകോട്ട് പോകാൻ ബി.ജെ.പി ആലോചിച്ചിരുന്നതേയില്ല. പക്ഷേ ഇലക്ഷൻ അടുത്തിരിക്കെ കാവി കടുംപിടുത്തത്തിൽ അല്പം അയവ് വരുത്താമെന്നാണ് കേരളത്തിൽ ബി.ജെ.പി തീരുമാനിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ കാവി നിറത്തെ ഉപേക്ഷിക്കുന്നത് ആ രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിൽ വോട്ട് പിടിക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം.